ഹലോ, നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ അന്ന് ബാക്കി വെച്ച വീഡിയോൻ്റെ, അതായത് എനിക്ക് ആ സർപ്രൈസ് തന്ന വീഡിയോൻ്റെ ബാക്കി പത്രമാണ്. കാരണം അതിൽ കുറേ ഗിഫ്റ്റുകളൊന്നും ക്ലിയർ അല്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്ത കാര്യം കാണിച്ചിട്ടില്ല. സോ ഇത് ഒരുവിധമൊക്കെ ആമസോണിൽ നിന്നും പിന്നെ ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഭൂരിഭാഗവും ആമസോണിൽ തന്നെയാണ് വാങ്ങിച്ചേക്കണേ. സോ അത് ആൾ ഇതുപോലെ ഫസ്റ്റ്, അതായത് ഒരു 2-3 ആഴ്ച മുമ്പേ ഇതുപോലെ ലിസ്റ്റ് എടുത്ത് എവിടെയൊക്കെ ഹൈഡ് ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ച് പ്രിൻ്റൊക്കെ എടുത്ത് വെച്ച് അത് പിള്ളേരുമായിട്ട് ഞാനറിയാണ്ട് ഡിസ്കസ് ചെയ്ത് അങ്ങനെയൊക്കെ തന്നെ ചെയ്തേക്കണേ. അപ്പം എനിക്കറിയായിരുന്നു ഗിഫ്റ്റ് ഉണ്ടെന്ന് അറിയായിരുന്നു, അത് ഉറപ്പാണ്. അവർ സർപ്രൈസായിട്ട് എന്തോ പ്ലാൻ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയായിരുന്നു. പക്ഷേ ഇങ്ങനെയാണ് ഇതാണെന്നുള്ളത് അറിയില്ല. 36 ബർത്ത്ഡേക്ക് 36 ഗിഫ്റ്റ് എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഞാനൊരു റീൽസ് ആൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചുമ്മാ ഇതുപോലൊരു റീൽ കണ്ടപ്പോൾ ഒരു ഭർത്താവ് ഇതുപോലെ ഒരു ഭാര്യയ്ക്ക് 20th ബർത്ത്ഡേക്ക് 20 ഗിഫ്റ്റ് കൊടുത്തു, അങ്ങനെയൊക്കെയുള്ളൊരു ഐഡിയയിലുള്ളത് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നതാണത്. സോ അടുത്തത് ഈ ഒരു ഗിഫ്റ്റ്, ഇത് എനിക്ക് മിനിയേച്ചേഴ്സ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ മറ്റൊരു കുഞ്ഞ് ഡോഗിൻ്റെ ഒരു മിനിയേച്ചറും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് കുട്ടികളുടെ തന്നെ ഞാനെടുത്ത് സൂക്ഷിച്ച് വെക്കാറ് പതിവ്, അവർക്ക് കൊടുക്കാറില്ല. ഇതേ കണ്ടില്ലേ, ഇതൊക്കെ അവർ ജസ്റ്റ് യൂസ് ചെയ്യാണ്ട് അവിടെ ഇവിടെയും കിടക്കുമ്പോൾ ഞാൻ എടുത്ത് കാണാൻ വേണ്ടി സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ്. അടുത്തത് ഇത് അതിൽ ഞാൻ പറയുന്നുണ്ട് സോപ്പ് ഡിസ്പെൻസറാണെന്ന്. നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഹാൻഡ് വാഷിനും അല്ലെങ്കിൽ കുളിക്കാനുള്ള മറ്റേ ലിക്വിഡ് സോപ്പിന് വേണ്ടിയിട്ടുള്ളത്. ഇത് ഇങ്ങനത്തെ ലൈറ്റ് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു പണ്ട്, അടുക്കളയിൽ ക്യാബിനറ്റിൻ്റെ അടിയിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. സോ അതായിരിക്കും ഇത് വാങ്ങിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നല്ല യൂസ്ഫുള്ളാണ്. അടുക്കളയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ആവശ്യമുള്ളത് സ്റ്റൗവിൻ്റെ നേരെ മുകളിലാണ്. സോ ഇതിങ്ങനെയാണ് വരുന്നത്, അതായത് മാഗ്നറ്റിക്കാണ്. നമ്മൾ ചാർജ് ചെയ്യാം, എടുത്ത് ചാർജ് ചെയ്യാൻ നല്ല യൂസ്ഫുള്ളാണ്. നല്ല സ്പോട്ട് ലൈറ്റൊക്കെ ആയിട്ട്, അതായത് എന്താ പറയുക, ഒരു അത്യാവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ അവിടെ സ്റ്റൗവിൻ്റെ മുകളിൽ എന്ന് പറയുമ്പോൾ ഓയിലൊക്കെ വരണതായതുകൊണ്ട് എനിക്ക് പേടിച്ചിട്ട്, അതായത് നമ്മൾ കുക്ക് ചെയ്യണതിൻ്റെ സമയത്ത് ബൾബ് എങ്ങാനും താഴേക്ക് വീണാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. 2 മണിക്കൂർ ചാർജ് ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ ക്യാബിനറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ ആവശ്യം, അതായത് ഓട്ടോമാറ്റിക്കാണ്. നമ്മൾ അനങ്ങുമ്പോൾ തന്നെ മോഡുണ്ട്, നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡോർ തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓണാവും. സോ അലമാരിയിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ഈ ഒരു ജ്വല്ലറി ഓർഗനൈസറാണ്. ഇത് ഭയങ്കര വലുതാണ്. എൻ്റെ അടുത്ത് ചെറുതുണ്ട്, പക്ഷേ ഇത് ഭയങ്കര വലുതാണ്. നമുക്ക് കുറേ കമ്മലുകളുണ്ടെങ്കിൽ കമ്മലുകൾ ഫുള്ള് പെയറായിട്ട് ഓരോരോ ഇതിൽ ഇട്ട് വയ്ക്കാം. അതല്ലെങ്കിൽ വേറെ വേറെ സാധനങ്ങളായാലും ഇട്ട് വയ്ക്കാം. ഞാൻ എൻ്റെ കുറച്ച് അത്യാവശ്യമുള്ള മുടിയിൽ മറ്റേ കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ പിൻസ്, സേഫ്റ്റി പിൻസ് അങ്ങനെയൊക്കെ ഇട്ട് വെച്ചു. അടുത്തത് ഇതാണ്. ഇതെനിക്ക് വെച്ചതിൽ വെച്ച് ഏറ്റവും ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയതാണ്. ഇതൊരു സെറ്റാണ് കേട്ടോ. നമ്മൾ ചൈനീസ് മറ്റേ ഫേസ്ബുക്ക് വീഡിയോസിലൊക്കെ കാണാറുള്ളതാണ്. ഭയങ്കര ബൾക്കി ആയിട്ടുള്ള ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ് ഒന്നും യൂസ് ചെയ്യണില്ലെങ്കിൽ നമുക്കിതിൽ ഇട്ട് വെച്ചിട്ട് എല്ലാ കവറിലും ഇതുപോലൊരു അടപ്പുണ്ടാവും. സോ അത് നമ്മൾ തുറന്ന് അതിൻ്റെ കൂടെ ഒരു പമ്പ് കിട്ടും. ഈ പമ്പ് മറ്റേ ബലൂണിനൊക്കെ അടിക്കണ പോലത്തെ പമ്പ്. സോ അത് ഇതിൽ ഫിക്സ് ചെയ്തിട്ട് നമുക്കത് ഫുൾ വാക്യൂം ചെയ്തെടുക്കാം. സോ അത്രയും ഞാൻ ഇത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇതിൽ. പക്ഷേ വീഡിയോ എടുത്തത് കിത്തു ആയതുകൊണ്ട് കിത്തു നേരെ പിടിച്ചില്ല, ചെരിഞ്ഞിട്ടാണ് പിടിച്ചേക്കണേ. എന്നാലും ഓക്കെ, ഞാൻ എടുത്തതല്ലേ, രണ്ടാമത് ഇനി എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതന്നെ ഇട്ടു എന്ന് മാത്രം. ഇതുപോലെ നമ്മൾ അതിൽ ഫിക്സ് ചെയ്യാം. നമുക്ക് ബെഡ്ഷീറ്റ്സ് നമുക്ക് സാധാരണ അറേഞ്ച് ചെയ്ത് വെക്കാനാണെങ്കിലും ഇതുപോലെ വെച്ചിട്ട് അതിന് ഒരു മറ്റേ നമ്മളെ വാക്യൂം കവറിലൊക്കെ ഉള്ള പോലെ അത് ചെയ്തതിന് ശേഷം ഈ ഒരു അടപ്പ് തുറന്നിട്ട് ഈ പമ്പ് വെച്ചിട്ട് അതിലത്തെ എയർ ഫുള്ള് നമുക്കത് റിമൂവ് ചെയ്യാം. എയർ റിമൂവ് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സ്ഥലം ലാഭിക്കാം. അങ്ങനെ ഞാൻ സ്ഥലം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ചെയ്തിട്ട് ആ ബോക്സിലിട്ട്, അങ്ങനെയാണ് പതിവ്. എനിക്കിവിടെ സ്പേസ് ഭയങ്കര ഷോർട്ടേജാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ വീടിൻ്റെ കാര്യം. സ്ഥലം കുറവായതുകൊണ്ട് ഞാനിതുപോലെ എനിക്ക് നല്ല ഉപകാരമായിട്ട് തോന്നി. ഈവൻ നമ്മളൊരു ട്രാവലിങ്ങിന് പോയി എന്ന് വിചാരിക്കുക, അപ്പോഴും നമുക്ക് പെട്ടി ഭയങ്കര ബൾക്കി ആവാണ്ട് ഇതുപോലെ ഓരോരുത്തരുടെയും ഓരോ സെപ്പറേറ്റ് കവറിലാക്കി വാക്യൂം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പോണോടുത്ത്, അതായത് ഒരു 3-4 ദിവസത്തേക്കുള്ള ട്രിപ്പിനൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല യൂസ്ഫുള്ളാണിത്. ഇത് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അധികം ലഗേജ് വരില്ല. ഞാനിങ്ങനെ അണ്ടർ ദി ബെഡാണ് സ്റ്റോർ ചെയ്യാറ്.
അടുത്തത് അതിലൊരു ബാഗ് കാണിക്കണല്ലോ, ഒരു ഓഫീസ് ബാഗ്. പക്ഷേ എനിക്കത് എനിക്കത് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയില്ല. സോ അത് റിട്ടേൺ ചെയ്തിട്ട് ഞാനിവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വേറെ ഒരെണ്ണം വാങ്ങിച്ചു. അതാണിത്. സോ അത് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് യൂസ് ഇല്ലാത്തത് വെച്ചിട്ടും കാര്യമില്ല. അത് ലെതർ ടൈപ്പാണ്, മഴ ഒക്കെ കൊണ്ടു കഴിഞ്ഞാൽ വേഗം നാശമാവും. സോ ഇങ്ങനത്തെ ആകുമ്പോൾ നമുക്ക് വാഷബിളും ആണ്. സോ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ വാങ്ങിച്ചു. അടുത്തത് ഇത് ഫസ്റ്റ് ആ വീഡിയോൻ്റെ ആദ്യം കാണിക്കണം. ഞാനിത് തുറന്നൊന്നും ശരിക്കും കാണിച്ചില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ഇങ്ങനത്തെ ബ്രേസ്ലെറ്റ്, പിന്നെ ഇനിയൊരു ബ്രേസ്ലെറ്റ് ഒരു വാച്ചിൻ്റെ കൂടെ പെയറായിട്ട് വരണം. ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. സോ ഒരു വാച്ചും ഒരു ബ്രേസ്ലെറ്റും കൂടിയിട്ട് 299 ആ റേഞ്ചിലാണ് വരുന്നത്. ഇത് ശരിക്കും ബ്രാൻഡഡാണ്, മറ്റേ ചുംബക്ക് വാച്ച്. അത് എൻ്റെ ആമസോണിൽ ഞാൻ കാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവരെങ്ങനെയോ എൻ്റെ ഫോൺ ചെക്ക് ചെയ്തിട്ട് കണ്ടുപിടിച്ചായിരിക്കും ഞാൻ കാർട്ട് ചെയ്ത് വെച്ചത്. ഇതൊന്നല്ല, ഞാൻ ഒക്കേഷണലി യൂസ് ചെയ്യുള്ളൂ, നാശാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇടയ്ക്ക് യൂസ് ചെയ്യും. ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണത്. ഇതെനിക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഞാൻ പറഞ്ഞില്ലേ 299 റുപ്പീസേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആമസോണിൽ. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ടി നഗർ മറ്റേ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പോയിട്ട് 100 റുപ്പീസിന് കിട്ടിയെന്ന് പറഞ്ഞത് ഈ സെയിം വാച്ച്. മാഗ്നറ്റാണത്. ഇത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്, പക്ഷേ ഇതിനെ എടുത്ത് പുറത്ത് കാണിക്കുകയോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് കാണിക്കുകയോ ചെയ്തില്ലല്ലോ. ഇത് നമ്മുടെ ഇയർപോഡ് എന്ന് പറയുമല്ലോ, ആ സംഭവമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ് ഇത് നിലത്ത് വീണ് പോകുമെന്നുള്ളത്. ഞാൻ വീട്ടിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, പുറത്തേക്ക് കൊണ്ടുപോകാറില്ല അധികം. ഇത് ആണ് മെയിൻ ഗിഫ്റ്റ്. പിന്നെ ഇത് ഒരു പ്ലാനർ. ഓൾറെഡി ഉള്ള പ്ലാനറിനെ ഞാൻ ഇതൊരു യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഓക്കെ, ഇത് നല്ല എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊരു ഇയറൊന്നും എഴുതാത്തതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് പ്ലാൻ ചെയ്ത് വെക്കാം, എല്ലാം ചെയ്ത്. ഇത് എനിക്കിഷ്ടമായി. എനിക്കിങ്ങനത്തെ സ്റ്റേഷനറി ഐറ്റംസൊക്കെ പൊതുവെ ഇഷ്ടമുള്ളതുകൊണ്ട് അവരത് വാങ്ങിച്ചു. പിന്നെയുള്ളത് നമുക്ക് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു വിപ്രോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലൈറ്റ്. അത് നമ്മളെ അലക്സയൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ചിട്ട് നമുക്ക് ചെയ്യാം എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെയാണ്. നമുക്ക് പിന്നെ അലക്സ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഫോണിലെ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിൽ മ്യൂസിക് ലൈറ്റൊക്കെ, അതായത് മ്യൂസിക് വെച്ചാൽ ആ മ്യൂസിക്കിനനുസരിച്ചിട്ട് ഡാൻസ് ചെയ്യണ ലൈറ്റ്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചു, പക്ഷേ എനിക്കതിപ്പോൾ കാണാനില്ല. ഞാനിട്ട് തൽക്കാലം അത് യൂസ് ചെയ്യണ രീതി, അതായത് ബ്ലൂടൂത്തിലാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഫോണിൽ ആ ആപ്പ് വെച്ചിട്ട്. സോ നമുക്കത് ആ ലൈറ്റിൻ്റെ സ്വിച്ച് ഓണിലായിരിക്കണം. ഓണാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും രാത്രി ഓഫൊക്കെ ചെയ്യാം. ഏത് കളർ വേണമെങ്കിൽ ആക്കാം. എത്രയോ തൗസൻഡ്സ് ഓഫ് കളേഴ്സ് ഉണ്ടെന്ന് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ മൊബൈൽ ആപ്പ് വെച്ചിട്ട് തന്നെ ആ ഒരു കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചൊക്കെ ചെയ്യാം. ഇത് ഇങ്ങനെ ഇപ്പോൾ ഡിം ലൈറ്റ്, വൈറ്റ് ലൈറ്റ് വേണമെങ്കിൽ, യെല്ലോ ലൈറ്റ് വേണമെങ്കിൽ, ബ്ലൂ ലൈറ്റ്, അങ്ങനെ പലതുണ്ട്. പിന്നെ കളറിങ് ഓപ്ഷൻസ്, പല കളറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഓറഞ്ച് ലൈറ്റ്, റെഡ് എന്നൊക്കെ പറയുമ്പോൾ റെഡൊക്കെ രാത്രിയിട്ട പേടിക്കും നമ്മൾ, അങ്ങനെയായിരുന്നു. പിന്നെ ഡാൻസിങ്, കുറേ ഓപ്ഷൻ ഉണ്ട്. ഞാൻ അധികം ഒന്നും ശരിക്ക് ഇരുന്നിട്ട് നോക്കി വായിക്കാനുള്ള ഒരു സമയം ഇതുവരെ കിട്ടാത്തതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ കളർ നമുക്ക് ഇരുന്ന ഇരിപ്പിൽ തന്നെ മാറ്റാം. ആദ്യം കിഡ്സിൻ്റെ റൂമിലാണ്, പക്ഷേ അവർക്ക് ഫോണോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ ഇടാമെന്ന്. പിന്നെ ലാസ്റ്റ് ഇത് ഈ ഒരു മൊബൈൽ സ്റ്റാൻഡ് നല്ല യൂസ്ഫുള്ളാണ്. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടാവും, പക്ഷേ ഇത്രയാണ് എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയത്. സോ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.